ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ മിൽക്ക് പുഡിംഗ് റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, മാത്രമല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡാൽഗോണ മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. വിസ്ക് വെച്ചിട്ട് എങ്ങനെ ബീറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ എൻ്റെ ഡാൽഗോണ കോഫി റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കോഫി മിക്സ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മിൽക്ക് മിക്സ്ചർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാല് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ജലാറ്റിനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2.25 ടീസ്പൂണോളം ജലാറ്റിന് ആഡ് ചെയ്യുക. ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 8 ഗ്രാമോളം ചൈന ഗ്രാസ് യൂസ് ചെയ്യുക. എന്നിട്ട് വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ജലാറ്റിന് ഈ ഒരു പാലിൽ അലിഞ്ഞ് കിട്ടണം.
അപ്പോൾ ജലാറ്റിന് ഈ പാല് മിക്സ് ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2-3 ഡ്രോപ്പ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഫി മിക്സിലേക്ക് നമ്മുടെ പാല് പകുതിയോളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പുഡിംഗ് മിക്സ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പം നമ്മൾ ഏത് ട്രേ ആണോ എടുക്കുന്നത് അല്ലെങ്കിൽ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഭാഗത്തോളം ഇത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി അടുത്തത് മിൽക്ക് മിക്സ്ചർ ആഡ് ചെയ്യണം. പിന്നെ വീണ്ടും ഈ ഒരു മിക്സ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് വെക്കുക. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെയർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അടുത്ത ലെയറായിട്ട് ആഡ് ചെയ്യുന്നത് മിൽക്കിൻ്റെ ലെയറാണ്. ഇനി നമ്മുടെ സെക്കൻഡ് ലെയറും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കുക. എന്നിട്ട് അതിന് ശേഷം തേർഡ് ലെയറായിട്ട് കോഫി മിക്സ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെങ്കിലും സെറ്റാക്കാനായിട്ട് വെക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. സിമ്പിളാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.